എല്ലാവർക്കും നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് വീര ഹനുമാനെയാണ് വരയ്ക്കുന്നത്. ഹനുമാന്റെ സ്കെച്ചിങ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മഹാബലവാനും അജയ്യനും ചിരഞ്ജീവിയുമായ ഹനുമാൻ സ്വാമിയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. ശിവഭഗവാന്റെ 11ാമത്തെ രുദ്ര അവതാരമാണ് ഹനുമാൻ. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് വായുപുത്രൻ ഹനുമാൻ. ശ്രീരാമദേവന്റെ പരമഭക്തനായിട്ടുള്ള ഹനുമാൻ രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം സാന്നിധ്യം അറിയിക്കുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഒരിക്കൽ ഉമാമഹേശ്വരന്മാർ വാനരരൂപികളായി വനത്തിൽ പ്രവേശിച്ചു. അവർ ആനന്ദത്തോടെ വൃക്ഷശിഖരങ്ങൾ ചാടിക്കടന്നും പഴുത്ത കായ്ക്കനികൾ ഭക്ഷിച്ചും ക്രീഡിച്ചും നാളുകൾ ചിലവഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷം വാനരരൂപിയായ പാർവതീദേവി ഗർഭിണിയായി. എന്നാൽ താൻ ഗർഭവതിയാണെന്ന വിവരം ദേവിയെ സന്തോഷിപ്പിച്ചില്ല. വാനരാവസ്ഥയിൽ ഗർഭം ധരിച്ചതിനാൽ തൻ്റെ ശിശു വാനരനായിരിക്കുമെന്നതിനാലാണ് പാർവതിക്ക് സന്തോഷം തോന്നാത്തത്. ദേവിയുടെ അപ്രസന്ന ഭാവത്തിൽ നിന്നും ശിവൻ കാര്യങ്ങൾ ഗ്രഹിച്ചു. ഭഗവാൻ തൻ്റെ യോഗശക്തിയാൽ പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു. അനന്തരം ഭഗവാൻ വായുദേവനോട് കൽപ്പിച്ചു, എൻ്റെയും ഗൗരിയുടെയും വീര്യമാണ് ഈ ഗർഭസ്ഥ ശിശു. ഇവനെ സംരക്ഷിക്കുവാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു. ദേവാദിദേവനായ ശ്രീ പരമേശ്വരന്റെയും ആദിപരാശക്തിയായ ദേവി ഉമയുടെയും ചൈതന്യമായ ശിശുവിനെ സംരക്ഷിക്കുവാൻ കഴിയുന്നതിൽ പരം മറ്റെന്ത് ഭാഗ്യമാണ് എനിക്ക് വേണ്ടത്? ആനന്ദത്താൽ മതിമറന്ന വായുദേവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശിവനിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനെ ഏറ്റുവാങ്ങി. വായുദേവൻ ആ ഗർഭസ്ഥ ശിശുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു. അപ്പോൾ വായു ഭഗവാന് ഒരു സംശയം തോന്നി. ഈ ഗർഭസ്ഥ ശിശു ആരിലൂടെ ജനിക്കും? ഈ സമയം ത്രേതായുഗത്തിൽ അഞ്ജന എന്ന ഒരു വാനര സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ശാപത്താൽ വാനരയാകേണ്ടി വന്ന അപ്സരസായിരുന്നു അഞ്ജന. ശിവഭഗവാന്റെ അവതാരത്തിന് ജന്മം നൽകിയാൽ മാത്രമേ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കൂ എന്നതായിരുന്നു ശാപം. അഞ്ജനയുടെ ഭർത്താവായിരുന്ന കേസരി ശക്തനായ ഒരു വാനരവീരനായിരുന്നു. കേസരിയും അഞ്ജനയും ചേർന്ന് ശിവഭഗവാനെ തങ്ങളുടെ പുത്രനായി ലഭിക്കുന്നതിനായി കഠിനമായി പ്രാർത്ഥിച്ചു. ഈ വിവരം വായു ഭഗവാൻ അറിഞ്ഞു. അദ്ദേഹം അഞ്ജനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, പുത്രലാഭാർത്ഥം നീ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കൂ. നിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ ഞാനിതാ ശിവശക്തി ചൈതന്യമുള്ള ഒരു ശിശുവിനെ നിക്ഷേപിക്കുന്നു. ഇവന് വേണ്ടുന്ന പരിചര്യ ചെയ്ത് ഇവനെ ശുശ്രൂഷിച്ച് നീ വാഴുക. അഞ്ജനയ്ക്കും കേസരിക്കും ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ലായിരുന്നു. അവൾ സന്തോഷത്തോടെ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതായിരുന്നു ഹനുമാൻ. കുഞ്ഞായിരുന്നപ്പോൾ സൂര്യനെ കണ്ട ഹനുമാൻ അതൊരു ചുവന്ന പഴമാണെന്ന് വിചാരിച്ച് അത് കഴിക്കാനായി ആകാശത്തേക്ക് കുതിച്ചു. അത് കണ്ട ഇന്ദ്രൻ വജ്രായുധം ഹനുമാന്റെ മേൽ പ്രയോഗിച്ചതായി പറയുന്നു. വജ്രായുധത്താൽ ഹനുമാന്റെ താടിയിൽ മുറിവ് ഉണ്ടാകുന്നു. ഇന്ദ്രദേവൻ തന്റെ മകനു നേരെ ആയുധം ഉപയോഗിച്ചതറിഞ്ഞ വായുദേവൻ കോപിഷ്ഠനായി. വായുദേവൻ ഹനുമാനുമായി പാതാളത്തിലേക്ക് പോയി ഒളിച്ചു. വായുവിന്റെ അഭാവം മൂലം ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി. ഭൂമിയിൽ ജീവജാലങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. ഉടൻ തന്നെ ത്രിമൂർത്തികൾ ഉൾപ്പെടെ എല്ലാ ദേവന്മാരും പാതാളത്തിലെത്തി വായുദേവനെ സമാധാനിപ്പിച്ചു. കുട്ടി ഹനുമാന് എല്ലാവരും അനുഗ്രഹം വാരിച്ചൊരിഞ്ഞു. ത്രിമൂർത്തികളുടെയും ദേവന്മാരുടെയും അനുഗ്രഹത്താൽ ഹനുമാൻ ചിരഞ്ജീവിയും അജയ്യനും മഹാബലവാനുമായി. ബ്രഹ്മാസ്ത്രത്തിന് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത കരുത്തും ബുദ്ധി സാമർഥ്യവും ഉള്ളവനായി മാറി. വജ്രായുധത്താൽ താടിയിൽ മുറിവുണ്ടായതിനാൽ ഹനുവിൽ അഥവാ താടിയിൽ മുറിവേറ്റതുകൊണ്ട് ഹനുമാൻ എന്നറിയപ്പെട്ടു. അഞ്ജനയുടെ പുത്രനായതിനാൽ ആഞ്ജനേയൻ എന്നും കേസരിയുടെ പുത്രനായതിനാൽ കേസരി നന്ദൻ എന്നും വായു ഭഗവാന്റെ അംശമുള്ളതിനാൽ പവനപുത്രൻ എന്നും ഹനുമാൻ അറിയപ്പെട്ടു.
ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ ചിത്രകലയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.